എല്ലാവർക്കും ഹാപ്പി ഓണം. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമ്മീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് സദ്യ സ്പെഷ്യൽ ആയിട്ടുള്ള പാലട പായസമാണ് കേട്ടോ. അരിപ്പാലട പായസം. നമ്മൾ ട്രിവാൻഡ്രംകാർക്ക് ബോളിയും ഈ പായസമൊക്കെ സദ്യയിൽ വളരെ മസ്റ്റാണ്. ട്രിവാൻഡ്രം സ്റ്റൈലിലുള്ള ബോളിയുടെ റെസിപ്പി കഴിഞ്ഞ ദിവസം ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കണ്ടിട്ടില്ലാത്തൊരു മസ്റ്റായിട്ടൊന്ന് കണ്ടു നോക്കി അതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇന്ന് നമ്മൾ പാലട പായസമാണ് നോക്കുന്നത്. വളരെ രുചികരമായിട്ടാണ് കേട്ടോ ഈ പാലട പായസം കിട്ടുന്നത്. നിങ്ങൾ ഈ ഒരു പായസം ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് ഒട്ടും തന്നെ ഫ്ലോപ്പ് ആകാതെ നാവിൽ അലിഞ്ഞു പോകുന്നു പറയില്ലേ, ആ ഒരു രുചിയിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നൊരു പായസമാണ്. ഞാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എല്ലാം പറഞ്ഞു പോകുന്നുണ്ട് കേട്ടോ. എന്നാൽ ശരി, വേഗം തന്നെ പായസം തയ്യാറാക്കി തുടങ്ങിയാലോ. അപ്പോൾ നമ്മുടെ ഈ പായസം തയ്യാറാക്കാനായിട്ട് ഞാനിപ്പോൾ ഒരു പാത്രം അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. ഫ്ലെയിം ഓണാക്കിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആദ്യം എടുക്കേണ്ടത് പാലടയാണ്. അരിപ്പാലടയാണ് കേട്ടോ ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. നമുക്ക് ചുമന്ന പാലട ഉണ്ടല്ലോ, മട്ടരിയുടെ പാലട, ആ ഒരു പാലട കിട്ടുകയാണെങ്കിൽ അതെടുക്കാം. അതല്ല വെള്ളരിയുടെ ആണെന്നുണ്ടെങ്കിൽ അതും എടുക്കാവുന്നതാണ്. 100 ഗ്രാം അളവിലാണ് വേണ്ടത്. 1/2 കപ്പ് നിറയെ എടുക്കാം. അപ്പോൾ അത് ഞാനിപ്പോൾ ഒരു പാത്രത്തിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇതിനോടൊപ്പം തന്നെ 1 ടീസ്പൂൺ അളവിൽ നെയ്യും കൂടി ചേർക്കുകയാണ്. അപ്പോൾ ഇത് രണ്ടും കൂടി ചേർത്തിട്ട് ഫ്ലെയിം ഒന്ന് മീഡിയത്തിൽ വെച്ചിട്ട് നന്നായിട്ട് നമുക്കൊന്ന് വറുത്ത് കൊടുക്കാം കേട്ടോ. ഇതിൻ്റെ കളർ ലൈറ്റായിട്ടൊരു പിങ്ക് കളറിൽ വരും. അതുവരെ ഒന്ന് വറുക്കേണ്ടതായിട്ടുണ്ട്. ഇതാ ഒരല്പസമയം ഒന്ന് വറുത്ത് കൊടുത്തപ്പോഴത്തേക്കും നമ്മുടെ പാലടയുടെ കളറൊക്കെ ഇതുപോലെ ലൈറ്റായിട്ടൊന്ന് മാറി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നല്ലൊരു ചെറിയൊരു പിങ്കിഷ് കളർ വന്നിട്ടില്ലേ. ഇപ്പോൾ ഇനി നമുക്കിതിലേക്ക് വെള്ളം ചേർക്കാവുന്നതാണ്. ഏകദേശം ഒരു 3 കപ്പോളം വെള്ളം ചേർക്കാം കേട്ടോ. ഫ്ലെയിം ഇപ്പോൾ നമുക്ക് ഹൈയിൽ വെച്ച് കൊടുക്കാവുന്നതാണ്. ഇനി ഇത് നമ്മൾ കൈയെടുക്കാതെ തന്നെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം കേട്ടോ. അതായത് നമ്മളത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് അടുക്കി പിടിക്കും. അതിൻ്റെ പേരിൽ കൈയെടുക്കാതെ തന്നെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് തിളച്ച് വരട്ടെ. ഇതാ ഇപ്പോൾ നമ്മുടെ പാലടയൊക്കെ നന്നായിട്ട് ഞാൻ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇതാ ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ തന്നെ നമ്മുടെ പാലട നല്ല സോഫ്റ്റായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. നമ്മളിങ്ങനെ കൈവച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അറിയാൻ പറ്റും. ഇതുപോലെ ഇത്രയും സ്മൂത്തായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഉടൻ തന്നെ നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ട് ഇതിങ്ങനെ വെച്ചിരിക്കരുത്. ഇതിലെ വെള്ളം കംപ്ലീറ്റ് ആയിട്ട് ഒരു അരിപ്പയിലേക്ക് മാറ്റി ഉടൻ തന്നെ ഒന്ന് വാർന്നെടുക്കണം കേട്ടോ. കംപ്ലീറ്റ് വെള്ളം ഒന്ന് മാറ്റിയെടുക്കാം. ഇനി ഇതിന് മുകളിലേക്ക് കുറച്ച് പച്ചവെള്ളം കൂടി ചേർക്കാം. ഇതുപോലെ ഒന്ന് പച്ചവെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ എല്ലാം കൂടി പരസ്പരം ഒട്ടിപ്പിടിച്ചിരിക്കും. അല്പം പച്ചവെള്ളം കൂടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ ഒന്ന് വെള്ളം വാർന്നു പോകാനായിട്ട് നമുക്കിങ്ങനെ ഒന്ന് വെക്കാം. ഇനി നമുക്ക് മറ്റൊരു കടായി ഞാനിപ്പോൾ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. നമ്മുടെ പായസം തയ്യാറാക്കേണ്ട കടായി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ അളവിൽ കുറച്ച് നെയ്യ് ചേർക്കാം. നെയ്യ് അല്ലെങ്കിൽ ബട്ടർ ചേർക്കാം കേട്ടോ. ഞാനിപ്പോൾ നെയ്യാണ് എടുക്കുന്നത്. അപ്പോൾ നെയ്യെല്ലാം ഒന്ന് ഉരുകി തുടങ്ങുമ്പോഴത്തേക്കും ഇതിലേക്ക് നമുക്ക് 1/4 കപ്പ് അളവിൽ പഞ്ചസാര ചേർക്കേണ്ടതായിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഈ പഞ്ചസാര നല്ലതുപോലെ ഒന്ന് ക്യാരമലൈസ് ചെയ്തെടുക്കണം കേട്ടോ. അതൊക്കെ നമ്മൾ ഫസ്റ്റിൽ ഇതൊന്നും ഡിസ്റ്റർബ് ചെയ്യേണ്ട. ഇതിങ്ങനെ ഇരിക്കട്ടെ. പതുക്കെ ഒന്ന് മെൽറ്റായി തുടങ്ങും. നമുക്ക് കളർ ലൈറ്റായിട്ടൊന്ന് മാറി തുടങ്ങേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു അടുപ്പത്തേക്ക് കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. 1/2 കപ്പ് അളവിൽ വെള്ളം വെച്ചിട്ടുണ്ട്. ഇതൊന്ന് ഓണാക്കിയിട്ട് നമുക്ക് ആ വെള്ളം ഒന്ന് കറക്റ്റ് സമയത്തിനൊന്ന് ചൂടാക്കി എടുക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ. ഇതാ ഇപ്പോൾ നമ്മുടെ ഈ പഞ്ചസാരയൊക്കെ ലൈറ്റായിട്ടൊന്ന് മെൽറ്റായി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ പതുക്കെ ഇതൊന്ന് ഇളക്കി കൊടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ കാരമലൈസിൻ്റെ കളറ് ഒരുപാട് ഡാർക്ക് കളർ ആകണ്ട. ലൈറ്റായിട്ടുള്ള യെല്ലോയിഷ് കളർ മാത്രം കിട്ടിയാൽ മതിയാവും കേട്ടോ. നമ്മുടെ കാരമലൈസിൻ്റെ കളർ നല്ല ഡാർക്ക് കളർ ആയി പോകുകയാണെന്നുണ്ടെങ്കിൽ പായസത്തിൻ്റെ കംപ്ലീറ്റ് ടേസ്റ്റും മാറും. ചെറിയൊരു യെല്ലോയിഷ് കളർ മാത്രം കിട്ടിയാൽ മതിയാവും. അതിൻ്റെ പേരിലാണ് നമ്മൾ അടുത്ത് തന്നെ ഞാനൊന്ന് വെള്ളം തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുള്ളത്. അതായത് ഇതിൻ്റെ കളർ കറക്റ്റായി എന്നറിയുമ്പോൾ ഉടൻ തന്നെ ആ ഒരു വെള്ളം ഇതിലേക്ക് ചേർത്തേക്കണം കേട്ടോ. ഇതായിപ്പോൾ ലൈറ്റായിട്ട് കളർ മാറി തുടങ്ങുന്നുണ്ട്. നമ്മുടെ പഞ്ചസാരയൊക്കെ നന്നായിട്ടൊന്ന് മെൽറ്റായിട്ടുണ്ട്. ഇതുപോലെ ലൈറ്റായിട്ടൊരു യെല്ലോയിഷ് കളർ മാത്രമേ വന്നിട്ടുള്ളൂ കേട്ടോ. ഇതാണ് അതിൻ്റെ ഒരു കറക്റ്റ് പരുവെന്ന് പറയുന്നത്. ഇനി കൂടുതൽ നമ്മൾ കളറാക്കാൻ വേണ്ടി നിൽക്കരുത്. എങ്കിൽ പിന്നെ ആ ടേസ്റ്റ് പാടെ മാറിപ്പോകും. ഇപ്പോൾ തന്നെ ഇവിടെ ഈ തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളം ഇതിലേക്ക് ചേർക്കാം. 1/2 കപ്പ് അളവിലാണ് കേട്ടോ ഞാനിപ്പോൾ ചേർത്തിട്ടുള്ളത്. നമ്മൾ പച്ചവെള്ളം ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ പൊട്ടിത്തെറിക്കും. എല്ലാ സ്ഥലത്തേക്കും വെള്ളമാകും. അപ്പോൾ നമ്മൾ തിളച്ച വെള്ളം ചേർക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ ഇതുപോലെ ഒന്ന് മെൽറ്റായി കിട്ടിക്കോളും. ഫ്ലെയിമിന് ഇവിടെ ഓഫ് ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് ആ വെള്ളത്തിൻ്റെ ആവശ്യമില്ല. അപ്പോൾ 100 ഗ്രാം അളവിൽ അട എടുക്കുമ്പോഴത്തേക്കും നമുക്ക് 1.5 ലിറ്റർ അളവിലാണ് പാല് വേണ്ടത്. പശുവിൻ പാലാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ചേർക്കാം. പാല് ചേർത്ത് നല്ല രീതിക്ക് എല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിക്കാവുന്നതാണ്. ഇനി നന്നായിട്ട് നമ്മുടെ പാലൊക്കെ ഒന്ന് ചൂടായി വരട്ടെ. ഇപ്പോൾ നമ്മുടെ ഈ പാല് നന്നായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. അതായത് ഇങ്ങനെ പതഞ്ഞ് പൊങ്ങുന്നതിന് തൊട്ട് മുമ്പുള്ള ഒരു സ്റ്റേജാണ് കേട്ടോ. നല്ല രീതിക്ക് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്ന നമ്മുടെ അട ചേർക്കാവുന്നതാണ്.
അപ്പോൾ ഈ അട ചേർത്തിട്ട് നല്ല രീതിക്ക് തന്നെ ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുക്കാം. നമ്മുടെ ഈ പാലട നന്നായിട്ട് വെന്ത് സോഫ്റ്റ് ആയതിനു ശേഷമാണ് നമ്മൾ ഈ പാലിലേക്ക് ചേർത്തിട്ടുള്ളത്. അതിൻ്റെ പേരിൽ ഈ ഒരു സമയത്ത് തന്നെ നമ്മുടെ പായസത്തിന് ആവശ്യമായിട്ടുള്ള മധുരം ചേർക്കാം. പാലട വെന്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ പാലിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്ത് പാലട വെന്ത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ മധുരം ചേർക്കാൻ പാടുള്ളൂ. അതല്ല എന്നുണ്ടെങ്കിൽ മധുരം ചേർത്ത് കഴിഞ്ഞാൽ പാലട വേഗത്തില്ല കേട്ടോ. പഞ്ചസാര ചേർത്ത് കഴിഞ്ഞാൽ പിന്നീട് പാലട വേഗം കുറച്ച് സമയം എടുക്കും, ബുദ്ധിമുട്ടാണ്. അത് ഞാൻ എടുത്ത് പറയുന്നത്. ഇപ്പോൾ ഞാൻ ഇതിലേക്ക് നമ്മുടെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള കണ്ടൻസ്ഡ് മിൽക്കാണ് കേട്ടോ ചേർക്കുന്നത്. 1/2 കപ്പ് അളവിലാണ് ഇതിലേക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കുന്നത്. നമ്മുടെ ഈ പായസം ഇനി നന്നായിട്ട് തന്നെ കുറുകി വരേണ്ടതായിട്ടുണ്ട്. ഇനി ഇത് നല്ല രീതിക്ക് തന്നെ കൈയെടുക്കാതെ ഒന്ന് ഇളക്കി കൊടുത്ത് ഇപ്പോൾ ഉള്ള ഈ ഒരു പാല് നല്ലതുപോലെ ഒന്ന് കുറുകി വരണം. അതായത് അപ്പോഴാണ് അതിൻ്റെ ഒരു കറക്റ്റ് ടേസ്റ്റ് നമ്മുടെ പായസത്തിന് കിട്ടുന്നത്. എപ്പോഴും നമ്മുടെ പായസം കുറച്ച് സമയം എടുത്ത് നമ്മൾ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് അതങ്ങനെ കുറുക്കി വരുമ്പോഴാണ് ആ കറക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടുക. ഇത് നല്ല രീതിക്ക് തന്നെ ഒന്ന് കുറുകി വരട്ടെ. ഇതിപ്പോൾ ഞാനിങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കാൻ തുടങ്ങിയിട്ട് ഒരല്പ സമയമായിട്ടുണ്ട്. അത്രയും നേരം കൊണ്ട് തന്നെ നമ്മുടെ പായസം കറക്റ്റായിട്ട് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. നല്ലതുപോലെ നല്ല കുറുകി വന്നിട്ടുണ്ട്. ഇതുപോലെ നമുക്കിങ്ങനെ പാലടയൊക്കെ ഇങ്ങനെ കാണാൻ പറ്റണം. ഇതാണ് അതിൻ്റെ ഒരു കറക്റ്റ് പരുവം എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും ആകുമ്പോഴത്തേക്കും ഇനി ലാസ്റ്റിൽ നമുക്ക് ചേർക്കേണ്ട കാര്യങ്ങൾ ഇതുപോലെ ഒരു 1/4 കപ്പ് അളവിൽ പഞ്ചസാരയും കൂടി. ഇപ്പോൾ നമ്മൾ മധുരം ടേസ്റ്റ് ചെയ്ത് നോക്കണം കേട്ടോ. എന്നിട്ട് നമുക്ക് പഞ്ചസാര കൂടുതൽ വേണമെങ്കിൽ മാത്രമേ ചേർക്കാൻ പാടുള്ളൂ. ചിലർക്ക് മധുരം നല്ല കുറവായിട്ടിരിക്കണം. ഇതിപ്പോൾ നല്ല നോർമൽ പായസത്തിൻ്റെ മധുരമേ ഉള്ളൂ. നല്ല ഇങ്ങനെ കുത്തുന്ന ആ ഒരു മധുരം ഇല്ല കേട്ടോ. കറക്റ്റ് മധുരമാണ് ഈ ഒരു 1/4 കപ്പും കൂടെ ചേർക്കുമ്പോൾ ഉള്ളത്. അപ്പോൾ ഇനി ഇതിലേക്ക് പിന്നെ വേണ്ടത് ഒരു 2 പിഞ്ച് അളവിൽ മാത്രം ഉപ്പും കൂടി. ഈ ഉപ്പ് നമ്മൾ ഇങ്ങനെ ചേർക്കുമ്പോൾ മാത്രമേ ആ പായസത്തിൻ്റെ മധുരം കറക്റ്റ് ബാലൻസ് ചെയ്ത് കിട്ടുള്ളൂ. നമുക്ക് കഴിക്കുമ്പോഴത്തേക്കും ആ കറക്റ്റ് രുചി അറിയാൻ പറ്റുന്നത് ഈ ഒരു അല്പം ഉപ്പ് ചേർക്കുമ്പോഴാണ് കേട്ടോ. ചിലർ പായസത്തിൽ ഉപ്പ് ചേർക്കാറില്ല. ഒട്ടുമേ ചേർക്കില്ല നിർബന്ധമുള്ളവർക്ക് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം. പക്ഷേ ഇതുവരെ ചേർത്തിട്ടില്ല, ചേർക്കാൻ താല്പര്യമുള്ളവർക്ക് ഒരു പിഞ്ചളവിൽ ചേർക്കാം. അപ്പോൾ ഇനി വേണ്ടത് ഒരു 3/4 ടീസ്പൂൺ അളവിൽ ഏലക്ക പൊടിച്ചതും കൂടിയാണ്. പിന്നെ വേണ്ടത് ഇതുപോലെ ഒരു 2-3 ടീസ്പൂൺ അളവിൽ നെയ്യും കൂടി ചേർക്കാം. അപ്പോൾ ഇത്രയും ചേർത്തിട്ട് എല്ലാം കൂടി നല്ല രീതിക്ക് തന്നെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. നമ്മളിതിലേക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരി ഒന്നും വറുത്ത് ചേർക്കുന്നില്ല കേട്ടോ. നിർബന്ധമുണ്ട് എന്തെങ്കിലും കുട്ടികൾക്ക് കൊടുക്കാനൊക്കെ കുറച്ച് അണ്ടിപ്പരിപ്പൊക്കെ ചേർത്ത് കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് അണ്ടിപ്പരിപ്പ് മാത്രം ഒന്ന് വറുത്ത് ഇതിൽ ചേർക്കാം. മുന്തിരി ചേർക്കണ്ട കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഇതെല്ലാം ഞാനൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത്രയും ആയിക്കഴിഞ്ഞാൽ നമ്മുടെ പാലട പായസം ഇവിടെ നല്ല സൂപ്പറായിട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ തന്നെ അറിയാമായിരിക്കുമല്ലോ എന്ത് മാത്രം നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു പാലട പായസമാണെന്ന്. ഇത്രയും തിക്നെസ് വേണം വേണ്ടത്. ഞാനിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യുകയാണ്. ഇനി നമുക്ക് കൂടുതലിട്ട് വീണ്ടും വറ്റിക്കേണ്ട ആവശ്യമില്ല. ഏകദേശം ഒരു 1/2 ലിറ്ററോളം പാല് നമ്മളിങ്ങനെ ഇതുപോലെ ഇങ്ങനെ കുറുക്കിയെടുത്ത സമയം കൊണ്ട് 1/2 ലിറ്ററോളം പാല് വറ്റിയിട്ടുണ്ട്. നന്നായിട്ടൊരു തിക്നെസ് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ വളരെ രുചികരമായിട്ടുള്ള നല്ലൊരു പാലട പായസമാണേ. ഒട്ടും തന്നെ നിങ്ങൾ ഈ പറയുന്ന രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. നിങ്ങൾക്ക് ഒട്ടും തന്നെ ഫ്ലോപ്പ് ആകാതെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള പായസം കിട്ടും കേട്ടോ. ഈ പാലട പായസവും ബോളിയൊക്കെ സൂപ്പർ കോമ്പിനേഷനാണ്. വെറുതെയും പായസം നമുക്ക് കഴിക്കാം. ഈ ഓണത്തിന് സദ്യക്ക് നിങ്ങൾ ഇതുപോലൊരു പാലട പായസം ട്രൈ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മറക്കാതെ നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്കൊന്ന് അറിയിച്ചേക്കണം. കാരണം നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴായിരിക്കും അത് മറ്റുള്ളവർക്കും തയ്യാറാക്കി നോക്കണം എന്നുള്ളൊരു പ്രചോദനം ഉണ്ടാകുന്നത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ നല്ലൊരു ഉഷാറായിട്ടുള്ള റെസിപ്പി ആയിട്ട് വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക. ടേക്ക് കെയർ ഫ്രണ്ട്സ്. ടാറ്റാ. എല്ലാവർക്കും ഹാപ്പി ഓണം.